ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫൊക്കെ പോലത്തെ ഒരു വീഡിയോ ആണ്. ഇച്ചന് എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി. എന്താ വെച്ചത്? ക്രിക്കറ്റാണ്. വലിയൊരു ക്രിക്കറ്റാണ് എടുത്തത്. പുൽച്ചാടി. അച്ഛൻ്റെ കൈ തിന്നാണോ? കിക്കിളി വെക്കുന്നുണ്ടോ? മിറ്റത്തൻ്റെ വീടിനോട്ടാ കുറച്ച് ചെയ്യുമ്പോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി ഉച്ചയ്ക്കത്തെ കേരള കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. വെച്ച് ഒരു റോക്കറ്റൊക്കെ ഉണ്ടാക്കി പറപ്പിക്കുകയാണ്. മുച്ചി ആവി പിടിക്കുന്നു. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഗോബി മഞ്ചൂരിയൻ്റെ അകത്ത് കോൺഫ്ലവറും കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോറൊക്കെ ഇട്ട് കുറച്ച് സോയ സോസ് ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് മിക്സാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് അയല, ഫ്രോസണാണ്, അയല വറക്കാൻ വേണ്ടിയിട്ട് മുളക് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇവിടെ അപ്പൻ്റെ മുറി വെട്ടിക്കെടുക്കുകയാണ് കേട്ടോ മോള്. നമ്മുടെ തക്കാളി എന്നെ പറിക്കുകയാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞാൻ എൻ്റെ എല്ലാം പറിക്കല്ലേ ഞെട്ട് അവിടെ നിന്ന് കിട്ടണ ചെറുതവിടെ കിടക്കട്ടെ, അതവിടെ കിടന്നോട്ടെ, ചിലപ്പോൾ നോക്കോളൂല്ലേ. വരണ്ടുണ്ട്, വേഗം ഇച്ചു പറിച്ചോ. ബിഗ് ഇച്ചുന് വെച്ചു, ബിഗ് ഇച്ചുന് ഇതാ രണ്ടെണ്ണം പറിച്ചോ. കാണിക്കട്ടെ, ഒരു കയ്യിൽ പിടിച്ചിട്ട്. ആയ് മറ്റൊന്നും പറിച്ച കാണട്ടെ കാണട്ടെ. ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്നിട്ട് വെച്ച് പറ. അതവിടെ ഇരുന്നോട്ടെ, ഒരു തോരനുള്ളതായി. തോരന പരിപ്പും തക്കാളിയും വെച്ച അടിപൊളി. കുഞ്ഞുമാവൻ എടുക്കണ്ട, അത് ഉണ്ടാകട്ടെ, അത് വലുതാവട്ടെ, അത് വലുതായിക്കോളും. അങ്ങനെ നമ്മൾ ആദ്യ വിളവ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ അതെ വിളവെടുക്കാൻ പറ്റി. നമ്മൾ വരുമ്പോ പൂവുമ്പോ ഇട്ടിട്ടില്ലല്ലേ, വരുന്നേ ഉള്ളൂ. ചെറുതായിട്ട് ഓരോന്നുണ്ട്. എന്നാ കൊണ്ടുവയ്ക്കോ, ഞാൻ അത് കഴുകണം, കഴുകിട്ട് വേണം കഴിച്ചു. ഇതാണ് നാടൻ തക്കാളി, നാടൻ. നാടൻ തക്കാളി ബീൻസ് അത്ര ശരിയായില്ല, എന്നാലും പറിച്ചാലും എന്തിനാ വെക്കുക നമ്മള്. അത് തോരൻ വെക്കാനാണ് ഇതിന്റെ കൂടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ അതോടെ ഇന്നോട്ടെ. ഇത് നമുക്ക് നല്ല ഉണ്ട ഉണ്ട. ഇതാണ് ശരിക്കും നാടൻ തക്കാളിയുടെ ഷേപ്പ്. ഇതാ നമ്മൾ ഊട്ടി തക്കാളി എങ്ങനെ നീളമുള്ള വലുതാണ്, ഇത് കനിപൊളിയാ. അതിലൊരു പയറല്ലേ ഇത് ഇവനിങ്ങനെ ഒരു വായൊക്കെ എന്തൊക്കെ ഷേപ്പാണ്. എന്താ പച്ച തക്കാളിയുടെ ഉള്ളിൽ ഇങ്ങനെയായിട്ടിരിക്കുന്നത്. ചിലതിനൊക്കെ കുരു ഇതുണ്ട്, അങ്ങനെ കുരു വന്നിട്ടുണ്ട്. പിന്നെ ഒരു പഴുത്തില്ലായിരുന്നു ഒരെണ്ണം, അത് ഇങ്ങനെ കുരു ഇങ്ങനെ കാണാം. ഇതാണ് നമ്മൾ തക്കാളി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമ്മുടെ തക്കാളി, മഞ്ഞൾപ്പൊടി, തേങ്ങ, സവോള, കടുക് പൊട്ടിച്ച് അതിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ തോരൻ പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഒരു കുഞ്ഞു തോരൻ.
നമുക്ക് ജസ്റ്റ് ഒരു നേരത്തേക്ക് കൂട്ടാനുള്ളത് ഉള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായി നട്ടു വളർത്തി ഉണ്ടായ ഒരു സാധനം എടുത്ത് കറി വെക്കാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ, ഒരു മനസ്സുഖമല്ലേ അല്ലേ. അപ്പം അതുകൊണ്ട് ചെറുതാണേലും ഒരു തുള്ളിയാണേലും പറിച്ച് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. നമ്മുടെ കറി റെഡി ആയിട്ട് തോരൻ തക്കാളി നല്ല അടിപൊളിയായിട്ട് വെന്ത് അങ്ങനെ ഓവർ പുളിയില്ല, കാരണം നമ്മൾ പഴുക്കുന്നതിന് മുമ്പ് പെടുത്തല്ലോ. നല്ല അടിപൊളി. ഇത് നമ്മുടെ അയല വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അയല റെഡിയായി. അപ്പോഴത്തേക്ക് നമ്മൾ ഗോബി മഞ്ചൂരിയൻ മാരിനേറ്റ് ചെയ്ത് വെച്ചൊക്കെ നന്നായി പിടിച്ചു. അപ്പോൾ അത് വറുത്തെടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വേറെ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് കളറ് ഇങ്ങനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ പറയുക ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റുന്നു. അപ്പം കുറച്ച് സവാള കൂടി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് സവാള കൂടി എടുത്ത് പിന്നെ അതിലേക്ക് സോയ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും അങ്ങനെയുള്ള സോസുകളും കൂടി ഇട്ട് ഗ്രേവിയാക്കി ഇതാ നമ്മുടെ കോളിഫ്ലവർ ഗോബി മഞ്ചൂരിയൻ കറി റെഡിയാക്കി. ഒത്തിരി നീട്ടി എടുത്തില്ല കേട്ടോ, ചാറായിട്ട് എടുത്തില്ല, കുറച്ച് ഗ്രേവി ജസ്റ്റ് കുഴമ്പം പോലെ ആക്കി എടുത്തിട്ടുള്ളൂ. അമ്മച്ചിക്ക് ടേസ്റ്റ് നോക്കാൻ കിടക്കട്ടെ. കഴിച്ചേക്ക് ഞാൻ കഴിച്ചിട്ടുള്ള ടേസ്റ്റ് തന്നെ. കളറിന്റെ പൊടി ഇടണം കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ചുവന്ന കളർ കിട്ടണമെങ്കിൽ. ഇവിടെ മുടിവെട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ്. അത് ചേച്ചി മുടിയെല്ലാം മേട്ടി കുളിച്ച് റെഡിയായി വന്നു. അങ്ങനെ ഉണ്ടെന്ന് പറ. ഇഷ്ടപ്പെടാ? കഴിക്കാൻ പറ്റുന്നു. ചപ്പാത്തി ഏറ്റവും നല്ല സാധനമാണ്. സൂപ്പർ ഡൂപ്പർ കൊച്ചറിയുന്നത്. അങ്ങനെ ചപ്പാത്തിയും കഴിച്ച് ചോറും കഴിച്ച് വെജിറ്റബിൾസും ക്യൂക്കുംബറും കഴിച്ച് പിന്നെ അപ്പോഴത്തേക്കും മാങ്ങാപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങാപ്പഴം കുത്തി കഴിച്ച് അത് ഇച്ചാനും പുറത്ത് പോകണമായിരുന്നു. അപ്പം അങ്ങനെ ഇച്ചാനും പുറത്ത് പോകാൻ റെഡിയാണ്. കഷ്ണം ബനിയന് വരെ കഴിച്ചു. അച്ചാറിനോട്ടെ ഇനി നമ്മൾ കുറച്ച് നാരങ്ങ അച്ചാർ ഇടാൻ പോവാണ് കേട്ടോ. നാരങ്ങ വെള്ളക്കിടാൻ പോവാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് അനുഷയുടെ വീട്ടിൽ നാരകമുണ്ട്. അവിടെ ഉണ്ടായ കുറച്ച് നാരങ്ങ തന്നാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചി ഇതാ കുളിയൊക്കെ കഴിഞ്ഞു അച്ചാറിനുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിയും ഒരുക്കൊക്കെ ചെയ്യാണ്. ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുള്ള മുന്തിരിങ്ങയാണ് കേട്ടോ. നല്ല അടിപൊളി മുന്തിരിങ്ങ. ഇപ്പം മുന്തിരിങ്ങയുടെ സീസണാണ്, നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്. അപ്പോൾ അതെടുത്ത് ഇടയ്ക്കിടെ കഴിക്കുന്നു. കൈ മുറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് നിരയിൽ മുറിഞ്ഞിരുന്നു. അതെ, ഇന്നലെ ഞാനെന്താ അരിഞ്ഞപ്പോൾ മറ്റേ തക്കാളി അരിഞ്ഞത് എല്ലാം കൈ ഇതായിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ നല്ല പഴുത്ത നാരങ്ങ ആയതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പുഴുങ്ങി അല്ലെങ്കിൽ ആവിക്ക് വെച്ച് കുറച്ച് വെള്ളം വെക്കാം. ഏകദേശമായി. ആൻറ്റി തന്നത് സോഫ്റ്റ് ആയി കൃഷിയാക്കണം. ചൂട് ചൂട് എന്റെ കൈക്കൊക്കെ തൊട്ടോ തോന്നു മെറുക്കും തൊട്ടോ കൃഷിയായ ആവുന്നില്ല വേദനയില്ല പൊള്ളു ചൂട് പോട്ട്. ഇത് വെറി എണ്ണയാടാ, അത് കുഞ്ഞ അത് വേണ്ട. കുറച്ച് വലിയ കഷ്ണാക്കണം. ഒത്തിരി വില വേണ്ട, ചേർത്ത് മതി. ചൂടാറുന്നേ ഉള്ളൂ. ഇതുപോലെ ഇനി നമ്മുടെ നാരങ്ങയുടെ ബാക്കി ചെയ്യാം.
ഫ്രോസൺ ആയതുകൊണ്ട് ഒന്ന് പൊട്ടിച്ചതച്ചില്ലെങ്കിൽ കണ്ണിലേക്ക് കറിക്കാൻ പേടിച്ചിട്ടാണ്. അപ്പോൾ തിരുമ്മി വെച്ചാൽ നാരങ്ങ ഉലുവ മൂത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാം. നമ്മൾ നാരങ്ങ വെളുപ്പിച്ചിടാനാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒഴിച്ച് ആദ്യം കുറച്ച് ഉലുവയിടും. ഉലുവ പൊട്ടിക്കുമ്പോൾ കടുക്, അത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ പച്ചമുളകും കറിവേപ്പില കാന്താരിയാണ്. പിന്നെ ഇവിടെയെല്ലാം ഈ പ്രോസസ് ചെയ്തൊക്കെ ഇങ്ങനെയാണ്. നമ്മളൊക്കെ ഫ്രഷ് പറിച്ച് പച്ച ഇലയും ഫ്രോസനാണ്. കരിയാപ്പല ഫ്രോസൺ, മുളക് ഫ്രോസൺ. വെളുപ്പിച്ചിടുമ്പോൾ അധികം ബ്രൗൺ ആകാം. നമ്മുടെ കാന്താരി ഇച്ചിരി കായപ്പൊടി കുറച്ച് അധികം കുഴപ്പമില്ല. ഇതിന് കയ്പൊന്നും കേട്ടോ. നല്ല എന്നാ പിന്നെ അതിന് വേറെ തന്നെ കഴിക്കാൻ നല്ലതാ. ഈ കയ്പുള്ള നല്ല ചെറുനാരങ്ങ പോലെ അല്ല ഇത്, നല്ല പഴുത്ത നാരങ്ങ ആയതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര ഇടണം. മധുരം ചേർക്കുന്നവർക്ക് കുറച്ച് മധുരം ഇടാം. പഞ്ചസാര ഇതിന് പൊട്ടും കയ്പില്ല, നല്ല പഴുത്ത നാരങ്ങയുണ്ട്. നമ്മള് പഞ്ചസാര ഇല്ലാതെ ഉണ്ടാക്കുന്ന. ഇനി കുറച്ച് വിനാഗിരി നമുക്ക് ചേർക്കാം. അധികം വിനാഗിരി ഒരു 2 സ്പൂണ് ആയില്ലേ? തന്നെ വന്നില്ലേ? വേണമെങ്കിൽ കുറച്ച് എരിവും കൂടി ചേർക്കാം. പക്ഷെ വേണ്ടല്ലേ, കാന്താരി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചെറിയ മധുരം ഉണ്ടല്ലോ. അതേ പറഞ്ഞ നല്ലതന്നെ മധുരം പോലെ തോന്നിക്കുന്നുണ്ട്. ഒട്ടും മധുരം ഉണ്ടാന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ചെണ്ടങ്കപ്പ ഉണ്ടാക്കണം. കുറേ നാളായി ചെണ്ടങ്കപ്പ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ, 1-2 കഷ്ണം വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. കൂടെ കാന്താരി മുളക് പൊട്ടിച്ചതുമാണ്. അപ്പോൾ ഇതാ ചെണ്ടങ്കപ്പ റെഡിയായി. നല്ല സൂപ്പർ കപ്പയാണ്. നന്നായി വെന്ത് നല്ല പൊടി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടി ഞങ്ങൾ കപ്പ കഴിക്കുകയാണ്. നീ മുളകിന് പിന്നെന്താ ചെയ്തേ? വെളിച്ചെണ്ണ വെച്ചോ? വെളിച്ചെണ്ണ വെച്ചോ? അധികം മുളക് കഴിക്കണ്ട. കാന്താരി അല്ലേ?